ഹലോ, വെയിലൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വീഡിയോയുടെ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ പറഞ്ഞാൽ മാത്രം ലൈക്ക് ചെയ്യുന്നവരുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്യാൻ മറന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോയിൽ കാണിക്കാറുണ്ടല്ലോ, നമ്മുടെ പുതിയ പ്രോഡക്ട്സ് ഇത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്മൂത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനായിട്ട് പംകിൻ സീഡ് എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. ഇതിനോടകം ഞാൻ പലർക്കും ഇത് കൊടുത്തു. നല്ല റിവ്യൂ ആണ് വന്നത്. കാരണം അവരൊക്കെ ആമസോണിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെന്ന്. അത് പ്രത്യേകിച്ച് വാൾനട്ടും അത്തിപ്പഴവും ഒക്കെ ആമസോണിൽ നിന്ന് വാൾനട്ട് ഒക്കെ മേടിച്ചവര് അത് മൊത്തം പുഴുവായിരുന്നു വീട്. അപ്പോ ടിന്നോടെ കത്തിച്ച് കളഞ്ഞു എന്ന് വരെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഈ ഓട്സ് ഇത്തിരി ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത് എപ്പോഴും. കാരണം അതിന്റെ ആ വഴുവഴുപ്പ് ഇല്ലാതാക്കാനാണ് കേട്ടോ. അല്ലാതെ ഡയറക്റ്റ് വേണമെങ്കിൽ ഇട്ടടിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുന്നവര് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഇഷ്ടമാവും. അത്തിപ്പഴവും തലേന്ന് രാത്രിയിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചുവെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ മറന്നുപോയി, അതുകൊണ്ട് പിന്നീടാണ് ചേർത്തത്. ആദ്യം അതെല്ലാം കൂടി അതിലിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത ശേഷം നമ്മുടെ കുതിർത്ത് വെച്ച ചിയാ സീഡും അതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് ആവശ്യത്തിന് പാല് ഞാൻ ലേശേ ചേർത്തിട്ടുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി. അതിനുശേഷം ഇപ്രാവശ്യം ഞാൻ കുറച്ച് ശർക്കര ചേർത്തിട്ടുണ്ട് ഒരു മധുരത്തിന് വേണ്ടി കേട്ടോ. അപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള എന്താണ് ഫൈബറും അയണും മഗ്നീഷ്യം സിങ്ക് എല്ലാം ഉൾപ്പെടുന്ന നമ്മുടെ ഒരു എന്താണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിഞ്ഞത്. കഴിഞ്ഞ ഒരു വ്ളോഗിൽ എനിക്കൊരു കമന്റ് വന്നായിരുന്നു, ഇപ്പൊ ചൂടല്ലേ, പക്ഷികൾക്കൊക്കെ ഇത്തിരി വെള്ളം വെച്ചേക്കണേ, ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ വെച്ചേക്കണേന്ന്. ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു, ഞാൻ ഓൾറെഡി ചട്ടിയില് മൺചട്ടിയില് വെള്ളം വെക്കാറുണ്ടെന്ന്. അപ്പൊ പട്ടിയോ പൂച്ചയോ കിളികളോ എന്ത് വേണമെങ്കിലും വെള്ളം കുടിച്ചോളും എന്നും പറയുന്നത് പോലെ ഇന്നത്തെ വ്ളോഗ് ഒരു ദിവസത്തെ അല്ല, ഒന്ന് രണ്ട് ദിവസത്തെയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയും, ഈ കാണുന്ന ദിവസം നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. മാങ്ങ അച്ചാർ ഇടണം, ബീഫ് അച്ചാർ ഇടണം. അപ്പൊ മാങ്ങ ആദ്യം ഒന്ന് കഴുകിയ ശേഷം വീണ്ടും അതിന്റെ പുറം ഭാഗത്തെ കറുത്ത ഇതുണ്ടല്ലോ, പാട പോലുള്ള, അത് ചിരണ്ടി കളഞ്ഞ ശേഷം കുറെ നേരം വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കും. അതിനുശേഷം ഉരച്ച് കഴുകിയാണ് എടുക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ തുടച്ച ശേഷമാണ് അരിഞ്ഞ് അച്ചാറിടുന്നത്. അപ്പൊ അതുപോലെ തന്നെ അന്നത്തെ ദിവസം ബീഫും മേടിച്ചുകൊണ്ട് വന്നിരുന്നു. ബീഫ് അച്ചാറിന്റെ പ്രിപ്പറേഷനും ഈ ദിവസം തന്നെയായിരുന്നു ചെയ്തത്. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പേ മേടിച്ചതാണ് നമ്മുടെ ഗാർഡനിങ് ടൂൾസ്. അപ്പോൾ അതിനകത്ത് കുറച്ചൊന്നും യൂസ് ചെയ്തിട്ടില്ല, ചിലതൊക്കെ യൂസ് ചെയ്തു. ഇത് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ ചായമൻസ എടുക്കാൻ പോവാണേ. അപ്പോൾ ഇത് വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിങ്ങനെ പൊക്കത്തി പോയേക്കുവാണേ. അപ്പോൾ അതങ്ങനെ പോയിട്ടും കാര്യമില്ല. ഞാനെന്നാൽ ഇടയ്ക്ക് ഒടിച്ചതെടുത്തതാണ്. ഇതിനെ ഇവിടെ വെച്ചങ്ങ് കട്ട് ചെയ്യാം. ഓൾറെഡി ഇതിൻ്റെ ചായമൻസയുടെ കമ്പനി കട്ടി കുറവാണ്. അയ്യാ, നല്ല മൂർച്ചയാണല്ലോ. ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തു. ഇതൊക്കെ കട്ടി കുറവാണ് ഓൾറെഡി. ഇവിടെ വെച്ചങ്ങ് കട്ട് ചെയ്യാം, കാരണം പൊട്ടി കളിച്ചോളും. ഇതൊക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ട് 2-3 ശിഖരങ്ങളായിട്ടൊക്കെ വന്നേക്കുക. നല്ല മൂർച്ചയുണ്ട്. എത്ര ദിവസത്തേക്ക് കാണുമെന്നറിയില്ല. കട്ടിയുള്ള ഒരു കമ്പാണിത്. ഇതിനെ ഒന്ന് നോക്കാം. നല്ല കട്ടിയുള്ളതാണേ, കയറാൻ തന്നെ പ്രയാസമാണ്. ഒടിയുന്നുണ്ട്. ചായമൻസ മൊത്തത്തിൽ കട്ട് ചെയ്തു, ഫുൾ ക്രോപ്പ് അടിച്ച്. വേറെ ഇതിനും എടുക്കാനുണ്ട്, പക്ഷെ ഇത് തന്നെ ധാരാളം, ഇത് മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കുമോ, ദൈവമേ ഇന്നും ചായമൻസയുടെ റെസിപ്പിയാണോ? ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ അതിന്റെയൊക്കെ മൂർച്ചയൊന്ന് കാണിക്കാൻ വേണ്ടി ഈ വീഡിയോ അത് കട്ട് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളേ. എനിക്ക് കുറേ പേര് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ചില ലിങ്കുകൾ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ചായമൻസ ശരീരത്തിന് ദോഷമാണെന്നുള്ള രീതിയിൽ. എനിക്കറിയാം, എന്നെ സ്നേഹിക്കുന്നവരാണ്, എന്നെ ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം ഞാനിത് കൂടുതൽ യൂസ് ചെയ്യുന്നെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ മിക്കവാറും വീഡിയോകൾ ഇതിനെപ്പറ്റി വർണ്ണിക്കാറുണ്ട്, അതുകൊണ്ടായിരിക്കാം.
പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ത് സാധനവും അധികമായാൽ അമൃതും വിഷം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. അത് ചെയ്യേണ്ട രീതിയിൽ ഞാൻ പറയാറുണ്ടല്ലോ, ഇതിനൊരു കട്ടുണ്ട്. ഈവൻ നമ്മുടെ ഞാൻ നമുക്ക് ശരീരത്തിന് നമുക്ക് ഭക്ഷ്യയോഗ്യമായ ഇലകൾ എന്നും പറഞ്ഞ് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരെണ്ണത്തിൽ 10 തരം ഇലകൾ, ഒരെണ്ണത്തിൽ 41 46 തരം ഇലകൾ. ഇപ്പോഴും എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇട്ടാണെന്നറിയാമോ, 4-5 വർഷങ്ങൾക്ക് മുമ്പേ ഇട്ട വീഡിയോ ആണ്. ഇപ്പോഴും എനിക്കൊന്ന് ആഴ്ചയിൽ ഒരു 10-15 കമൻസ് എങ്കിലും ആ വീഡിയോസിന് വരാറുണ്ട്. അത്രയ്ക്ക് റണ്ണിങ് ആണ് ആ വീഡിയോ. അപ്പോൾ അതിനകത്ത് ചിലർ പറയുന്നതാണ്, നമ്മുടെ കപ്പയുണ്ടല്ലോ, ചീനി, മരച്ചീനി എന്ന് പറയും, പൂളക്കിഴങ്ങെന്ന് പറയും, കപ്പയെന്ന് പറയും, വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. തൊണ്ടൻ അല്ലല്ലേ, തൊണ്ടനല്ല, ചെണ്ടൻ എന്ന് പറയാറുണ്ട്. ഇത്രയും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇല പോലും തോരൻ വെക്കേണ്ട രീതിയിൽ തോരൻ വെക്കുന്നവരുണ്ട്. അതായത് അതിൻ്റെ കട്ടൂറ്റി കളഞ്ഞ ശേഷം തോരൻ വെക്കുന്നു. ഞാൻ ഇതുവരെ അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ ഇതിനൊരു കട്ടുണ്ട്, വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞ ശേഷം വെക്കാം. അതല്ല അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പാചകം ചെയ്യുമ്പോൾ അടച്ച് വെക്കാതെ തുറന്ന് വെച്ചിട്ട് പാചകം ചെയ്യാം. അതിൻ്റെ ആ കട്ട് അങ്ങ് പൊക്കോളും, അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ കുഴപ്പമില്ലാന്ന് തോന്നും. അപ്പോൾ ഇതിനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ, മുറ്റത്തിരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ടിട്ട്. ഇപ്പൊ ബീഫ് അച്ചാർ ഇടേണ്ട ദിവസം, അതായത് രാവിലെ വെളുപ്പിനേ പോയി ദിവസം ബീഫ് മേടിച്ചുകൊണ്ട് വരും. അതിനുശേഷം അത് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ തന്നെ ഒരു 1.5 മണിക്കൂറെങ്കിലും കണ്ണോപ്പയിൽ ഇട്ട് വെച്ചിരിക്കും. അതിനുശേഷം ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കും. ആ സമയം കൊണ്ടാണ് ഉച്ചക്കത്തെ പരിപാടികളെല്ലാം നടക്കുന്നത്. ഉച്ചക്കത്തെ ലഞ്ചിന് ശേഷമാണ് ബീഫ് വേവിക്കാനായിട്ട് വെക്കുന്നത്. അത്രയും നേരം അത് മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പർ കുട്ടപ്പനായിട്ടിരിക്കും. അപ്പോൾ കറിവേപ്പില മേടിച്ചിരുന്നു, അതും കഴുകി ഒരു പാത്രത്തിലോട്ട് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ളത് അതിൽ നിന്നും കഴുകി വൃത്തിയാക്കിയ കറിവേപ്പിലയാണ് കേട്ടോ. അത് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി ഊരി മാറ്റുകയാണ്. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ടാണ്. അപ്പോൾ നല്ല എന്താണ്, പച്ച കറിവേപ്പിലയാണ്. അങ്ങനെയുള്ളത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഗുണം കിട്ടുന്നത്. ഇന്നത്തെ റെസിപ്പിയുടെ കറക്റ്റ് റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇറച്ചിച്ചോറ് ഞാൻ ആദ്യത്തെ കമന്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഞാൻ അഥവാ പിൻ ചെയ്യാൻ മറന്നു പോയാൽ ഈ റെസിപ്പി വേണ്ടവര് എനിക്കൊന്ന് കമന്റ് ഇട്ട് ഓർപ്പിച്ചാൽ മതി. ബെൻസി പിൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ചിലപ്പോൾ ഞാൻ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊരു ഇറച്ചിച്ചോറാണ്. ഇന്ന് നല്ല ബീഫ് കിട്ടിയപ്പോൾ കുറച്ച് അതിൽ നിന്നും മാറ്റി അര കിലോ മാറ്റിയിട്ട് അതിന്റെ ഒരു റെസിപ്പി ചെയ്യുവാണ് കേട്ടോ. ബീഫും അതിനകത്ത് സവോള, കാന്താരിയാണ് ഇട്ടിരിക്കുന്നത്. പച്ചമുളക് ചേർക്കാം, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇതൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഞെരിടണം. ഇച്ചിരി നാരങ്ങാനീര് ഒഴിച്ചിട്ടുണ്ട്. തക്കാളിയും ഇതിന്റെ കൂട്ടത്തിലായിരുന്നു ഇടേണ്ടത്. ഞാൻ ഇടാൻ മറന്നുപോയി. തക്കാളി ചേർത്തിരിക്കുന്നത് അത് ഈ റെസിപ്പിയിൽ കാണാം. അപ്പൊ അത് നല്ലതുപോലെ ഒന്ന് ഞെരടി നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് ഞെരിടണം കേട്ടോ. അതിനുശേഷം കുക്കറിൽ വെച്ച് വേവ് നമ്മുടെ കുക്കറിന്റെ വിസിലിൽ ഡിപ്പെൻഡ് ആണ്. എന്റെ കുക്കർ നന്നായിട്ട് പെട്ടെന്ന് വേവുന്നതാണ് കേട്ടോ. ബീഫ് അച്ചാറിനാണെങ്കിലും ഒരു വിസിലും പിന്നെ ഒരു 4-5 മിനിറ്റ് ചേറ് തീയിലിട്ടേക്കും. അപ്പോഴത്തേക്ക് ബീഫ് നന്നായിട്ട് വേവും. എന്നാൽ പലരും പറയാറുണ്ട് 10 വിസില്, 8 വിസില്, 15 വിസില്. എനിക്കതൊക്കെ അതിശയമാണ് കേട്ടോ. അത്രയൊക്കെ സമയം വേണമെന്ന്. അതിന് കുക്കറിൽ ഡിപ്പെൻഡ് ആയിരിക്കാം കേട്ടോ, അതിന്റെ ക്വാളിറ്റിയിൽ ഡിപ്പെൻഡ് ആയിരിക്കാം. എനിക്ക് ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ അത്രത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്ക് നന്നായിട്ട് വേവും. അതിനുശേഷം ഫുൾ സ്റ്റീം പോയ ശേഷം ഓപ്പൺ ചെയ്ത് അതിന്റെ ചാറുണ്ടല്ലോ അത് സെപ്പറേറ്റ് മാറ്റുവാണെങ്കിൽ നമുക്ക് ബീഫ് മാത്രം മതി. ആ ചാറിനോടൊപ്പം ഉള്ളിയും ഒക്കെ വരുവാണെങ്കിൽ, അതിന്റെ മസാലയൊക്കെ വരുവാണെങ്കിലും കുഴപ്പമില്ല, വന്നോട്ടെ. അതിനുശേഷം വേറെ ഒരു പാത്രത്തിലോട്ട് ആ ബീഫ് മാത്രമായിട്ട് കോരി മാറ്റാം. ബീഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മസാല സവാളയൊക്കെ ഉണ്ട് കേട്ടോ, അത് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് അളവൊക്കെ എത്ര സ്പൂണ് എത്രന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ നേരത്തെ ഇട്ടിരിക്കുന്നത്. അത് പലരും ട്രൈ ചെയ്ത് ഭയങ്കര ഫീഡ്ബാക്ക് വന്ന ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ട് പൊട്ടിച്ചിട്ട് അരി നേരത്തെ കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിരുന്നതാണ്. ബാസ്മതി ഗോൾഡ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ എല്ലാ റെസിപ്പിക്കും അതാണ് എടുക്കുന്നത് കേട്ടോ, ബാസ്മതി ഗോൾഡ്. ആ എണ്ണയ്ക്കകത്തിട്ട് നല്ലതുപോലെ വഴറ്റിയ ശേഷം ആ നമ്മൾ കോരി മാറ്റിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളവും അതിന്റെ ബാക്കി ആവശ്യത്തിനുള്ള വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക്
2 ഗ്ലാസ് വെള്ളം അല്ലെ 1.25 ഗ്ലാസ് വെള്ളം, ഇതാണ് എന്റെ കണക്കെന്ന് പറയുന്നത്. അപ്പൊ ആ വെള്ളവും ബാക്കി വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ച് കുക്കർ അടച്ചിട്ടില്ല, ഇതുപോലൊന്ന് മുകൾ ഭാഗം കുക്കറിന്റെ അടപ്പല്ലാതെ അടച്ചാണ് ഞാൻ വേവിച്ചത്. വെയിറ്റ് ഇട്ട് ഞാൻ വേവിച്ചിട്ടില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയം ഞാൻ പറഞ്ഞില്ലേ തക്കാളി ഇടാൻ ഞാൻ മറന്നു പോയിരുന്നു, അതുകൊണ്ട് തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ച ശേഷം, വെന്ത് ഉടഞ്ഞ ശേഷം അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, അതായത് ഒട്ടും എരിയില്ലാത്ത കാശ്മീരി ഫസ്റ്റ് ഗ്രേഡ്, എന്റെ കയ്യിൽ നിന്ന് മേടിച്ചവർക്കറിയാം കാശ്മീരി ഫസ്റ്റ് ഗ്രേഡ് ആണ്. കാശ്മീരി തന്നെ പല രീതിയിലുണ്ട് കേട്ടോ, കാരണം വില കൂടിയതുമുണ്ട് കുറഞ്ഞതുമുണ്ട്. വില കുറയുന്നതനുസരിച്ച് എരി കൂടും, യൂസ് ചെയ്തവർക്കറിയാം. എനിക്ക് തന്നെ പലരും മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട്, മീൻസ് ഏതാണ് എടുക്കുന്നത്, ഞങ്ങൾക്ക് നല്ല എരിയുള്ളതാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനുശേഷം ആ തക്കാളി വഴണ്ട ശേഷം അതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബീഫ് ഇട്ട് ഇനി ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം. വെളിച്ചെണ്ണ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ മസാല എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കുരുമുളകും ഗരം മസാല ഇട്ടിരുന്നു. ഇതിന് വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ തന്നെ വേണം കേട്ടോ. എന്ത് കരുതി ഞാന് ഒത്തിരി ഒന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പോഴത്തെ വെളിച്ചെണ്ണ വില നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം എത്രയാണെന്ന്, നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോ ഈ റെസിപ്പി മൊത്തം വെളിച്ചെണ്ണയാണല്ലോ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് വില കുറയട്ടെ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഈ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഈ നമ്മള് വരട്ടി വെച്ച ബീഫ് അതിനകത്തേക്ക് ഇട്ട് ആ ചോറൊക്കെ അതിനകത്തേക്ക് ഇട്ടൊന്ന് തട്ടിപ്പൊത്തി നല്ലതുപോലെ ഇളക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇളക്കുകയും ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ തട്ടിപ്പൊത്തി ഒന്ന് ചെറു തീയിൽ അടച്ചു വെച്ച ശേഷം ലാസ്റ്റിൽ ഇച്ചിരി കൂടി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. അടച്ചു വെച്ച ശേഷം ആവി വരുമ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി. നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. ഇത് ബസ്മതി ഗോൾഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെന്താലും നമ്മൾ ഇളക്കിയാൽ അത് ഉടഞ്ഞു പോവില്ല. മറ്റുള്ള അരിയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വെന്താലും നമ്മൾ ഇളക്കുമ്പോൾ ഉടഞ്ഞു പോവും. ഇതെന്ന് പറയുന്നത് വെന്ത് പോയതുപോലെ ഇരിക്കും, പക്ഷെ ഉടയത്തില്ല. തണുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും ആ റൈസ്. ഞാൻ സ്ഥിരം ബസ്മതി ഗോൾഡ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി മല്ലിയില ഇട്ട് അടച്ചു വെക്കാം. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ റൈസ് എന്ന് പറയുന്നത്. അപ്പം വേറെ ധാരാളം പണികൾ എനിക്കുള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് ചെയ്തേ ഉള്ളൂ. ഇതിന് യാതൊരു കറികളുടെ ആവശ്യമില്ല കേട്ടോ. ഞാൻ എങ്കിലും വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇത്തിരി സാലഡും പപ്പടവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ നമുക്ക് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഉച്ചക്കത്തെ ഊണിന് ശേഷം ബീഫ് കുക്കറിൽ വേവിച്ചെടുക്കണമല്ലോ. 2 ബാച്ചായിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അത് തണുത്തതിന് ശേഷമാണ് അത് ഫ്രൈ ചെയ്യുന്നത്. ഇത് വേവിച്ച സമയം കൊണ്ടും ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ടുമാണ് മാങ്ങ അരിയുന്നത്. ഒരേ സമയം പല ടാസ്ക് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് രാത്രിയിലാണ് അച്ചാറിട്ടത്. കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിരുന്നു, ഞാൻ പുതിയ സബ്സ്ക്രൈബർ ആണ്, ഞാൻ ഇടുന്നതിന്റെ എല്ലാ റിപ്ലൈ ചേച്ചി എനിക്ക് തരാറുണ്ട്, എനിക്ക് അതിശയമാണ്, ഞാൻ വെറും പാവമാണ്, എനിക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള പൈസയൊന്നും ഇല്ല. അയ്യോ, എന്റെ വീഡിയോ കാണുന്ന എല്ലാരും സാധനം മേടിക്കുന്നു എന്നാണോ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്? നിങ്ങൾ എല്ലാരും ആവശ്യമുള്ളവരല്ലേ മേടിക്കത്തുള്ളൂ. അപ്പം എല്ലാരെയും നിർബന്ധിക്കുന്നില്ലല്ലോ മേടിക്കണം. താല്പര്യമുള്ളവർക്ക് മേടിക്കാം, മേടിക്കാതിരിക്കാം, അതൊന്നും ഒരു ഇഷ്യൂ അല്ല. പിന്നെ പണം ഉണ്ടെങ്കിലും പണം ഇല്ലെങ്കിലും പാവപ്പെട്ടവനായാലും കോടീശ്വരനായാലും ഓരോരുത്തർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അതിനകത്തൊരു ഇത് വായിച്ചിട്ട് എനിക്ക് ചിരി വന്നു. ഞാൻ വിചാരിച്ചത് ചേച്ചി ചിരിക്കത്തില്ല, ചിരിക്കാത്ത പ്രകൃതമാണെന്ന്. ഞാൻ ചിരിക്കുകയൊക്കെ ചെയ്യുമെന്നേ. എന്റെ ഒരു സ്വഭാവമാണ്, പെട്ടെന്ന് ആരുമായിട്ടും അടുക്കില്ല, അടുത്താൽ പിന്നെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. ബോംബെയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത പിള്ളേര് പറയാറുണ്ട്, മേഡം ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോൾ നീ ഒരു ഭയങ്കരിയാണ്, ഒട്ടും ഫ്രണ്ട്ലി അല്ല, ഭയങ്കര കടൂസാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷെ ഇത്രയും ഫ്രണ്ട്ലി ആണ്, ഇത്ര ഫ്രീ ആണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. സീനിയർ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്, എന്റെ അണ്ടറിലായിരുന്നു ബാക്കിയുള്ള സ്റ്റാഫ് എല്ലാം. അപ്പൊ ആ ഒരു പൊസിഷന്റെ ആ ഒരു ഇതാണോ അതും എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് തന്നെ ഇപ്പം സംശയമാണ്, ഞാൻ നേരത്തെ തൊട്ടേ ഇങ്ങനെയാണോ ഇപ്പോഴാണോ ബോംബെ ചെന്നതിന് ശേഷമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പെട്ടെന്ന് ആരുമായിട്ടും അടുക്കത്തില്ല, അടുക്കാൻ ഇത്തിരി സമയം എടുക്കും. സ്നാക്സ് ആയിട്ട് പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇത്തിരി മസാല കപ്പലണ്ടി ചെയ്ത് കൊടുക്കാമോന്ന് ചോദിച്ചപ്പോ അതിന് വേണ്ടി മേടിച്ച പച്ചക്കപ്പലണ്ടിയാണ്. ഞാൻ ആദ്യം ലേശം എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷമാണ് ചെയ്തത്. സക്സസ് ആയിരുന്നു, നല്ല സൂപ്പർ സംഭവമായിരുന്നു കേട്ടോ. അത് ഞാൻ എന്റെ വായിൽ നിന്ന് കേട്ടാ പറയും ഞാൻ എന്താണ് ഇനിയിപ്പോ അഹങ്കാരം പറയുവാണോ, അങ്ങനെയൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷെ എന്റെ അടുത്ത് പറയുന്ന റിവ്യൂ ഞാൻ നിങ്ങളോട് പറഞ്ഞെങ്കിലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നല്ലതായിരുന്നു.
അതിന്റെ ആ ക്രിസ്പി എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അതിന്റെ സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കാമേ. അതിനുശേഷം ഓർഡർ വന്നിരുന്നു, പക്ഷെ എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല. പെങ്കൊച്ചേ, എടി പെണ്ണേ, എടി പെണ്ണേ, ചക്കിരി മോളെ, ചുന്നരി മോളെ, കിങ്ങിണി പെണ്ണേ, അയ്യോ എടി കിങ്ങിണി, ഉച്ചയ്ക്ക് ബബിട് നിരച്ച് ചോറൊക്കെ തിന്നേച്ച് കിടക്കുക അവള്. അയ്യോ തറേ വീയും, തറേ വീയും. അപ്പൊ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ഞായറാഴ്ച ചർച്ചിലെ ആരാധനയ്ക്ക് ശേഷമാണ് പോയത് കേട്ടോ. അതാണ് വെള്ളയും വെള്ളയിട്ടൊക്കെ നിൽക്കുന്നത്. ചർച്ചിൽ ഞങ്ങൾ വെള്ളയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കളർ ഞാൻ അങ്ങനെ ഇടാറേ ഇല്ല, വെള്ള തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോയതാണ്. കുറച്ച് കാക്കിടിയും അല്ലാതെയും വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അങ്ങനെ എന്തായാലും ജോസാൻ പറഞ്ഞെങ്കിൽ ഇങ്ങോട്ട് കയറാം, അന്നേരം എല്ലാം ഒരുമിച്ച് ഈ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറാം, പച്ചക്കറി അല്ലാതെ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അതും ആകുമല്ലോ. അങ്ങനെ കയറിയതാണ് കേട്ടോ. തക്കാളി ചതയല്ലേ? തക്കാളി എത്ര രൂപ? തക്കാളി 1 കിലോ എടുക്കാം. കഴുകണമൊന്നും വേണ്ട. വേണോ പടവലം? വേണ്ട, ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഞാൻ മറ്റേത് എടുത്തി വെച്ചാ കുറേ. ചേന വേണ്ട. ഈ മുളക് വേണോ? ബജി മുളക് വേണോ ബജി ഉണ്ടാക്കാൻ? നീ ഉണ്ടാക്കുമെങ്കിൽ ഇച്ചിരി എടുക്കാം. കവറോ? മിനിമം 1/2 കിലോ എടുക്കണം, എന്നാലേ ഈ വിലക്ക് തരൂ. ആണോ? താ. ബജി മുളക് നല്ല പച്ചപ്പ് കാണുന്ന ഇതിലേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ മുഖം ഭയങ്കരമായിട്ട് ഇരിക്കുന്നു. പച്ചമുളക് എടുത്തിയാ? പച്ചമുളക് എടുത്തിട്ട് കൈ മുഖത്ത് തേച്ചു ഇരിക്കുന്നു. ആ മ്യൂസിക്കിന്റെ കോപ്പിറൈറ്റ് വരുമോ എന്ന് അറിയില്ല. കാരണം ഞാൻ ചിരിക്കത്തില്ലെന്ന് പറഞ്ഞവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഞാൻ ചിരിച്ചു. അയ്യോ എന്റെ ദൈവമേ, കോപ്പിറൈറ്റ് വരുമോ എന്ന് അറിയത്തില്ല. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം മൊത്തം എനിക്ക് കട്ട് ചെയ്യേണ്ടി വരും. പഴയ ഞാനായിരുന്നെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പല സാധനങ്ങളും മേടിച്ചേനേം. പ്രത്യേകിച്ച് ബേക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, അതുപോലെ പുഡിങ്ങിന്റെ സാധനങ്ങൾ, ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത്. പലതരത്തിലുള്ള സോസുകള്, മസാലകള്. പക്ഷെ ഇപ്പൊ ഞാൻ ഒത്തിരി മാറി. കാരണം മറ്റൊന്നുമല്ല, അച്ചാർ ബിസിനസ് തുടങ്ങിയ പിന്നെ നിങ്ങൾ തന്നെ കണ്ടു കാണും, ഞാൻ വ്ളോഗിൽ കാണിച്ചത് പല സാധനങ്ങളും, കൊക്കോ പൗഡറും പല പല എസൻസുകളും ഒക്കെ ഞാൻ എടുത്ത് കളഞ്ഞു എക്സ്പയറി ഡേറ്റ് ആയിട്ട്. കാരണം നമ്മുടെ ചാനലിൽ പല പരീക്ഷണ ഡിഷുകളും ചെയ്യാറുണ്ടായിരുന്നല്ലോ, പലതും പരീക്ഷിച്ച് ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചിട്ടും കാര്യമില്ല. ജോസാൻ എന്നെ അതിശയത്തോടെ നോക്കി. കാരണം നേരത്തെ ആണെങ്കിൽ പിസ്സ ഉണ്ടാക്കാനായിട്ട് പലതരത്തിലുള്ള എന്തൊക്കെയുണ്ടോ, സത്യം പറഞ്ഞാൽ ഇപ്പൊ പലതിന്റെ പേര് പോലും വായിൽ വരുന്നില്ല, അതെല്ലാം മേടിക്കാറുണ്ടായിരുന്നു. വേണ്ട, പൊക്കോ. ഞായറാഴ്ച ആയതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഇടാൻ സ്ഥലം കിട്ടിയത്. കൊട്ടാരക്കര മാർക്കറ്റാണ് കേട്ടോ, ചന്തയുടെ അവിടെ ആ സ്ഥലമാണിത്. അവിടാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. ഞാൻ ഈ കൊട്ടാരക്കര റോഡിൽ കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് പറയാം. ജോസാൻ്റെ കൂടെ വണ്ടിയിൽ വരും പോകും. എനിക്ക് വീട്ടിൽ നിന്ന് ഇവിടെ തന്നെ വരാൻ ഇപ്പോഴും അറിയില്ല കേട്ടോ. ബസ്സുകാരുടെ അടുത്ത് എങ്ങാനും പറഞ്ഞ് ബസ് ഇറങ്ങി ചോദിച്ചും പറഞ്ഞു എങ്ങാണേ എനിക്ക് വരാൻ അറിയത്തുള്ളൂ. എനിക്ക് കൊട്ടാരക്കര തന്നെ വരാനും അറിയില്ല. കാരണം ജോസാൻ്റെ കൂടെ വരുന്നു പോന്നു, അത്ര മാത്രമേ അറിയത്തുള്ളൂ. പല റോഡുകളും എനിക്ക് അറിയില്ല. അപ്പം എന്തായാലും ജോസൻ തന്നെ പറയുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി സ്ഥലം കിട്ടി, അല്ലെന്നുണ്ടെങ്കിൽ വരത്തുമില്ല. ഇങ്ങനെ
സ്ഥലം കിട്ടും, വണ്ടി ഇടാൻ പറ്റും, ഇത് റോഡിനധികം തിരക്കില്ല, ആ ഒരു ചിന്ത കൊണ്ടാണ് അന്ന് ഇറങ്ങിയത്. അപ്പോ സാധനമൊക്കെ മേടിച്ചു വീട്ടിൽ വന്നു, എല്ലാം ഒതുക്കി പറക്കി വെച്ചു. നമ്മുടെ ആ ബജി മുളകും കൊണ്ട് ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെയൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാം. ഞാൻ തൂക്കുന്നത് ഒരു മുനിസിപ്പാലിറ്റി ചൂലെന്ന് പറയും, നിന്നുകൊണ്ട് തൂക്കുന്ന വലിയ ചൂല്, അതിന്റെ കമ്പാണ് അതാ അവിടെ താങ്ങി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരുന്നു ഞാൻ തൂത്തുകൊണ്ടിരുന്നത്. അത് പക്ഷേ ഇളകിപ്പോയി. കടയിൽ മേടിക്കാനും കിട്ടുന്നില്ല, കാരണം അതിന്റെ ക്വാളിറ്റി മോശമായതുകൊണ്ട് അവർ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉച്ചം കുത്തിക്കിടന്നാണ് തൂക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് മനസ്സിൽ കൂടി പല 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 ചിന്തകളും കയറിപ്പോവും. അടുത്ത ആരെങ്കിലും വന്നു നിന്നാൽ എങ്ങനെ പ്രതികരിക്കുന്നു എനിക്കറിയില്ല. എന്തായാലും വൈകിട്ടത്തെ ജോലി അതാണ്. അതിനുശേഷം അതിനെ കത്തിച്ച് കളയുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങള്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്തുണ്ടെങ്കിലും കമന്റ് ഇടാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.